ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കിച്ചൺ ടൂർ വീഡിയോ ആയിട്ടാണ്. കുറേ ആയില്ല നിങ്ങൾ പറയുന്നത്. ഞാൻ ഇടയിൽ ചെറിയ ചെറിയ ഭാഗങ്ങളെല്ലാം കിച്ചണിൻ്റെ കാണിക്കുമ്പം കുറച്ച് പേരെല്ലാം പറയലുണ്ട്, ചിലർ ദേഷ്യം പിടിക്കലെല്ലാം ഉണ്ട്, എന്താ കിച്ചൺ ടൂർ എന്ന് പറഞ്ഞിട്ട് കിച്ചൺ ടൂർ കാണിക്കാത്തതെന്ന്. സംഭവം എന്താണെന്നറിയോ, കിച്ചണിൻ്റെ ഫുൾ വർക്കെല്ലാം കഴിഞ്ഞ് അത് ക്ലീനിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് തന്നെ നിങ്ങളുടെ മുമ്പിലേക്ക് വീഡിയോ ആയിട്ട് വരാമെന്ന് വിചാരിച്ചിട്ടാണ്. അതുപോലെ തന്നെയില്ലേ ഇക്കനെ കൊണ്ട് തന്നെ ഡീറ്റെയിൽസ് പറയിപ്പിക്കാമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിന്. പക്ഷേ നമ്മളിങ്ങനെ രാത്രിക്ക് ഷോപ്പിലെല്ലാം പോയിട്ട് വന്ന് രാത്രി ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്നെല്ലാം വിചാരിച്ചിട്ട് വന്നതാണ്. അതിൻ്റെ ഇടയിൽ മുഹമ്മദ് വന്നിട്ട് പറഞ്ഞു ഞാൻ വീഡിയോ എന്താ പറയുക ഞാൻ പറയാം കിച്ചനെ കുറിച്ചിട്ട് എന്നെല്ലാം പറഞ്ഞിട്ട് അങ്ങനെ ആദ്യം കാണിക്കലാണ്. അധികം ഇങ്ങനെ 2 പ്രാവശ്യമായിട്ടാ നമ്മളിങ്ങനെ കിച്ചൺ ടൂർ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞിട്ട് ഓനിങ്ങനെ വന്നിട്ട് വീഡിയോയിൽ നിൽക്കുന്ന. അപ്പം വിചാരിച്ചു ഓൻ പറഞ്ഞിട്ടുണ്ടായിനി ഇതെന്തായാലും വീഡിയോയിൽ ഇടണമെന്ന്. അപ്പില്ലേ ഞാൻ ആദ്യം നിങ്ങൾക്ക് മുഹമ്മദിൻ്റെ വീഡിയോ കാണിച്ചു തരാം, എന്നിട്ട് ബാക്കി കിച്ചൻ്റെ ഡീറ്റെയിൽസ് ഷെയർ ആക്കാം കേട്ടോ. കാര്യമില്ലേ എന്താ പറയുക, വീഡിയോ എടുക്കാൻ വരുമ്പം ഓൻ എന്തായാലും ഉണ്ടാവും, പിന്നെ ഓനെ വെറുപ്പിക്കണ്ട സങ്കടപ്പെടുത്തണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ഓൻ്റെ ഓൻ്റെ ഭാഗങ്ങൾ ആഡ് ചെയ്തത് കേട്ടോ. പിന്നെ ഈ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് കറക്റ്റ് പറയാൻ അറിയില്ല, ഇക്കാകുമ്പം കറക്റ്റ് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഇക്കാനെ വെയിറ്റ് ചെയ്തത്. അപ്പോൾ എന്തായാലും ഇക്കാക്ക് വീഡിയോ ഷൂട്ട് എന്താ പറയുക വീഡിയോയിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞുതരാൻ പറ്റിയിട്ടൊന്നുമില്ല. കാര്യം മുഹമ്മദ് അങ്ങനെ ഇക്കാനെ കൂട്ടിയിട്ട് പോയിട്ടുണ്ടായിന്. ഓനുണ്ടാകുമ്പോൾ നമുക്കങ്ങനെ വീഡിയോസ് കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യാനും പറഞ്ഞു തരാനൊന്നും പറ്റില്ല. പക്ഷേ ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞുതരാം കേട്ടോ. ഒരു അറേബ്യൻ സ്റ്റൈൽ കിച്ചണാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. പിന്നെ എൻ്റെ വീട്ടിൽ കൂടലിൻ്റെ ടൈമിൽ ഞാൻ 2 കിച്ചൺ വേണമെന്നൊന്നും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഒരു കിച്ചൺ തന്നെ മതി എന്നാണ് വിചാരിച്ചത്. അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം. പിന്നിൽ ഞാൻ ലാസ്റ്റ് ഖാനോട് പറഞ്ഞത് എന്തായാലും ഓന് വീഡിയോ ഒന്നും എടുക്കാൻ വിടൂല, എന്താ പറയുക നമുക്കൊരു തംബ്നെയിൽ എടുക്കുക പറഞ്ഞാൽ ഞാൻ പോവാം അപ്പുറത്തേക്ക് ഓനെയും കൂട്ടിയിട്ട് നീ വീഡിയോ ഷൂട്ട് ചെയ്തോന്ന്. അപ്പം ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വീഡിയോൻ്റെ കാര്യങ്ങളും എൻ്റെ വീട്ടിൽ മൊത്തം വർക്കും കാര്യങ്ങളും ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിനി. പക്ഷേ എന്നാലും ഇതിൽ ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ഷെയർ ആക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം. വീഡിയോയിലേക്ക് മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിലും എന്താ പറയുക നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യുക. അപ്പം എനിക്കും മോനും എല്ലാം പോയിട്ടുണ്ട്. ഇനിയിപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഡ്രീം സ്പേസിലേക്ക് സ്വാഗതം. ഒരു അറേബ്യൻ സ്റ്റൈൽ കിച്ചണാണ് കേട്ടോ നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒരു സോഫ്റ്റ് റോയൽ ലുക്ക് കിട്ടാൻ വേണ്ടിക്ക് ബേജ് ആൻഡ് ഗോൾഡൻ ഷെയ്ഡിലാണ് കേട്ടോ ഫുൾ കിച്ചൺ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോസ് പണ്ട് മുതലേ കാണുന്നവർക്ക് അറിയാൻ പറ്റും എനിക്ക് ഭയങ്കര കളർഫുൾ ആയിട്ടുള്ള ഐറ്റംസിനോടൊന്നും ഇഷ്ടം കുറവാണ്. അത് ഡ്രസ്സാണെന്നുണ്ടെങ്കിലും പാത്രങ്ങളായാലും എന്ത് ഐറ്റംസ് ആയാലും ഒരു വാം ഫീല് അതുപോലെ തന്നെ ഒരു മിനിമൽ ആൻഡ് ലക്ഷറി ലുക്കെല്ലാം കിട്ടാൻ വേണ്ടിക്ക് ആണ് ഞാൻ ഈ ഒരു കളർ ചൂസ് ചെയ്തത് കേട്ടോ. നിങ്ങൾക്ക് ഇവിടെ ഗോൾഡൻ ഹാൻഡിൽസ് ആണ്, അതുപോലെ തന്നെ സോഫ്റ്റ് ലൈറ്റിങ്ങും ആണ് കാണാൻ പറ്റുക. അതുപോലെ തന്നെ ഗ്ലോസി ബേസ് ക്യാബിനറ്റ്സും നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സ്പേസ് ബ്രൈറ്റ് ആയിട്ടും ക്ലാസി ആയിട്ടും കാണാൻ വേണ്ടിയിട്ടാണ്. ആ ഒരു കൗണ്ടർ ടോപ്പും ബാക്കിയുള്ള സ്പേസും എല്ലാം പെർഫെക്റ്റ്ലി മാച്ച് ആയിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയല്ലേ ഒരു സ്മൂത്ത് അറേബ്യൻ ഫിനിഷ് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നമ്മൾ ഈ ഒരു കിച്ചണിൽ ബേജ് ആൻഡ് ഗോൾഡൻ ഫിനിഷാണ് കൊടുത്തെന്ന് പറഞ്ഞിട്ടില്ലേ, ഇതൊരു ഓട്ടോമോട്ടീവ് PU പെയിൻ്റ് ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെയല്ലേ നമുക്കൊരു സ്മൂത്ത് ഗ്ലോസി ലുക്കെല്ലാം ലൈക്ക് എന്താ പറയുക ഒരു കാറിൻ്റെ എല്ലാം ഒരു ഫിനിഷിങ് നമുക്ക് ഈ കിച്ചണിൽ കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. ഇത് സൂപ്പർ ഡ്യൂറബിളാണ്, അതുപോലെ തന്നെ ഈസി ടു ക്ലീൻ ആണ്. പിന്നെ ഒരുപാട് വർഷം ഷൈനിങ് ആയിട്ട് നമ്മളെ കിച്ചൺ അറിയാം, നമുക്ക് ഒരുപാട് വർഷം നമ്മളെ കിച്ചണ് നല്ല ഭംഗിയായിട്ട് തന്നെ കൊണ്ടുപോകാനും പറ്റും. അപ്പം എൻ്റെ ഒരു ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഡോറും ഡ്രോയറെല്ലാം കൊടുത്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം കിച്ചൺ വർക്ക് ആരാ ചെയ്തതെന്ന് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിനി. എല്ലാവർക്കും അറിയുന്ന തന്നെയായിരിക്കും, നമ്മളെ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് എൻ്റെ പഴയ കിച്ചണും പുതിയ കിച്ചണും വീടിൻ്റെ ഫുൾ വർക്ക് ചെയ്തിട്ടുള്ളത്. എയർ റൂം ഇൻറ്റീരിയേഴ്സിൽ നിന്ന് തന്നെയാണ്. ഞാനില്ലേ ഡീറ്റെയിൽസ് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ലാസ്റ്റ് എന്താ പറയുക എയർ റൂമിൻ്റെ ഒരു ടൂറും കൂടി കാണിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ട്രോളി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളിലുള്ള കിച്ചണില്ലേ അത് ട്രോളി യൂണിറ്റാണ്. അത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിപ്പം അങ്ങനെ മൂവ് ചെയ്യാനൊന്നും പറ്റില്ല. അതുപോലെ തന്നെയല്ലേ ഡോറ് കൊടുത്തിട്ടുള്ളത് CNC ഡിസൈനിൽ ഒരു കട്ട് പാറ്റേൺ ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ വീട് വെക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിൽ ഒരു കിച്ചൺ മതി എന്നിട്ടാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിനി. അതിന് ശേഷമൊന്ന് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയതും പിന്നെ കുക്കിംഗ് റെസിപ്പീസും കാര്യങ്ങളെല്ലാം എന്താ പറയുക റെസിപ്പീസും കാര്യങ്ങളെല്ലാം എല്ലാവരും ഏറ്റെടുക്കാൻ തുടങ്ങി. നല്ല നല്ല കമൻറ്റ്സ് പറയാൻ തുടങ്ങി. പാർട്ടിയിലെല്ലാം എൻ്റെ റെസിപ്പീസ് ചെയ്യൽ എന്നെല്ലാം
ഇർഫാൻ എൻ്റെ വീഡിയോ കാണലെന്നെല്ലാം പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഞാൻ എൻ്റെ വർക്ക് മൊത്തത്തിൽ കിച്ചണിൽ തന്നെയായിരിക്കും. എന്താ പറയുക, വീഡിയോസ് എടുക്കാനായാലും ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാർട്ടിയെല്ലാം വന്നു കഴിഞ്ഞാലും കിച്ചൺ മൊത്തത്തിൽ അലങ്കോലാവും. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതാണ് ഒരു കിച്ചൺ കൂടി വേണമെന്ന്. അതുമാത്രമല്ല കേട്ടോ, നമ്മുടെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിക്കും ഒരു കിച്ചൺ വേണമെന്ന് നിർബന്ധം ഉണ്ടായിട്ടുണ്ടായിനി. ആദ്യം എന്നോട് ഒക്കെ പറഞ്ഞിട്ടുണ്ടായത് റൂമിൽ തന്നെ ഇപ്പറായിട്ട് ഒരു നമുക്ക് എന്നോട് അധികം ആൾക്കാരും ഇല്ലേ കുറേ ഇർഫാനിൻ്റെ പാത്രങ്ങൾ എവിടെ നിന്നാണ് വാങ്ങിയ, നാട്ടിൽ കിട്ടാൻ വഴിയുണ്ടോ, അങ്ങനെയെല്ലാം ചോദിക്കലുണ്ട്. അപ്പം നമ്മൾ വിചാരിച്ചതാണ് റൂമിൻ്റെ ഇപ്പുറം തന്നെയായിട്ട് തൊട്ടിപ്പുറം തന്നെയായിട്ട് നമുക്ക് ഗൾഫിലുള്ള ഞാൻ കൊണ്ടുവരുന്ന സെയിം പാത്രങ്ങൾ നിങ്ങൾക്കും കൂടി വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ചെയ്യാമെന്ന്. പാത്രങ്ങൾ മാത്രമല്ല, ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളെല്ലാം. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാളായിട്ട് അതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് തോന്നി വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടെല്ലാം പോയിട്ട് ഡെയിലി ഷോപ്പിലേക്ക് പോകണ്ടേ, അങ്ങനെ ചെയ്യണ്ട, വീട്ടിൽ തന്നെ ചെയ്യാന്നുള്ള രീതി വന്നേ. കാര്യം നമ്മൾ ഞാനും ബിസി അല്ലാന്നുണ്ടെങ്കിൽ ഇക്കും ബിസി ആകുമ്പോൾ മക്കൾക്ക് കറക്റ്റായിട്ടുള്ള അറ്റൻഷനും കാര്യങ്ങളും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഏതെങ്കിലും ഒരാൾ വീട്ടിലുണ്ടാവണോ എന്നുള്ള ഒരു ചിന്തയിലാണ് നമ്മൾ ഈ ഒരു കിച്ചണ് പ്ലാൻ ചെയ്തത് കേട്ടോ. കാര്യം നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്ന പാത്രങ്ങളിലില്ലേ, അത് നിങ്ങൾക്കും കൂടി വാങ്ങാൻ പറ്റുന്ന രീതിയിലേക്ക് ചെയ്യാന്നുള്ള രീതിയിലാണ് ഇത്രയും ഭംഗിയായിട്ടൊരു കിച്ചണ്. ഈ കിച്ചണിൽ തന്നെ നമ്മൾ ഓരോ ഐറ്റംസും നിങ്ങൾക്ക് കാണിച്ചു തരാനും അതുപോലെ തന്നെ അത് നിങ്ങൾക്കും കൂടി വാങ്ങാനുള്ള ഓപ്ഷന് ഒരുക്കി തരാമെന്നും വിചാരിച്ചത്. അപ്പോൾ പുറത്തു പോയിട്ട് ചെയ്യേണ്ട, ഇവിടെ നിന്ന് തന്നെ ചെയ്യാന്നുള്ള രീതിയിലാണ് കേട്ടോ ഞാൻ ഈ ഒരു കിച്ചൺ ചെയ്ത. എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കിച്ചണ് ഇതുപോലെ പ്ലാൻ ചെയ്തത്. അതുപോലെ തന്നെയില്ലേ ഇതിലെ ഓരോ ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളും ഇൻഷാ അല്ലാ നമ്മൾ നിങ്ങൾക്കും കൂടി വാങ്ങാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓരോ പാത്രങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ ആ വിശേഷം പറയാം. അതിനു മുമ്പായിട്ടില്ലേ ബോഷിൻ്റെ ഹുഡ് കാര്യങ്ങൾ അല്ലാന്നുണ്ടെങ്കിൽ ഓവണ് എല്ലാം ഒന്ന് ഞാൻ പൊതുവെ യൂസ് ചെയ്യുക. നല്ല ക്വാളിറ്റി ഉള്ളതാണ്, നമ്മളത് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾ റൂം വിസിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് A to Z ഒരു വീടെടുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ പഴയ വീട് പുതുക്കാൻ ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് റൂമിലേക്ക് പോവാം. നിങ്ങൾക്ക് അവിടെ ലൈവ് കിച്ചണും കാര്യങ്ങളും കാണാൻ പറ്റും. അതുപോലെ തന്നെ നമുക്കൊരു ബ്രദറിനെല്ലാം പോലെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്ന ടൈപ്പിലുള്ള എന്താ പറയുക സ്റ്റാഫും കാര്യങ്ങളെല്ലാം ആയിരിക്കും അവിടെ ഉണ്ടാവുക. നിങ്ങൾക്ക് ഏത് ഡൗട്ടും കാര്യങ്ങളും അവരോട് ചോദിക്കാൻ പറ്റും. നിങ്ങൾക്ക് എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ അത് അവരോട് പറഞ്ഞിട്ട് നിങ്ങൾക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പറ്റും. എൻ്റെ ഉള്ളിലുള്ള കിച്ചൺ കണ്ടിട്ട് ഒരുപാട് പേര് റൂമെന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിന്. എന്നാലും ചിലർ എന്നോട് വിളിച്ച് ചോദിക്കലുണ്ട്, എൻ്റെ ഹസ്ബൻഡ് നാട്ടിലില്ല, ഇർഫു ഒന്ന് എൻ്റെ പേരെ കൂടെ വരോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു ഐഡിയാസ് പറഞ്ഞുതരോ, എനിക്ക് ഐഡിയ അറിയില്ല, കിച്ചൺ എങ്ങനെ വേണമെന്ന് അറിയില്ല, ഐഡിയാസ് പറഞ്ഞുതരോ എന്നെല്ലാം ചോദിക്കലുണ്ട്. പക്ഷേ ഇല്ല, എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് അവിടെ പോവാം. നിങ്ങളൊരു ബ്രദറെല്ലാം നമ്മളെങ്ങനെയാണോ ട്രീറ്റ് ചെയ്യുക ആ ഒരു രീതിയിൽ തന്നെ അവർ നിങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. പിന്നില്ലേ എനിക്ക് എന്നോട് അധികം വിളിച്ചിട്ട് ചോദിക്കലുണ്ട്, ഞാൻ ഇൻറ്റീരിയർ ഡിസൈനിങ്ങും കാര്യങ്ങളൊന്നും പഠിച്ചിട്ടില്ല, പക്ഷേ എനിക്കൊരു കിച്ചൺ എങ്ങനെ വേണം, അതെങ്ങനെ ഡിസൈൻ ചെയ്യണം, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാം. പക്ഷേ കറക്റ്റ് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും എനിക്ക് പറഞ്ഞു തരാൻ അറിയില്ല. ഇപ്പോൾ ഈ ഒരു കിച്ചൺ തന്നെ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തെടുത്തതാണ്. ഓരോരോ കാര്യങ്ങളും ഞാൻ പറഞ്ഞു കൊടുത്ത്, എന്നാൽ അതിലും നമ്മളൊരു കാര്യം പറഞ്ഞു കൊടുത്താലും അത് അടിപൊളിയായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് പഠിച്ചവർ തന്നെ വേണ്ടേ. അപ്പോൾ ഇല്ലേ ഞാൻ പറഞ്ഞോടത്തേലും അടിപൊളിയായിട്ടാണ് കേട്ടോ എൻ്റെ കിച്ചൺ അവർ ചെയ്തന്നെ. അതുകൊണ്ട് തന്നെ ഇല്ലേ എന്താ പറയുക, നിങ്ങൾ എന്നെ വിളിക്കാൻ നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവിടുത്തെ സ്റ്റാഫിൻ്റെ നമ്പർ കൊടുക്കാം, നിങ്ങൾ കോൺടാക്റ്റ് ചെയ്തോ. അപ്പോൾ എല്ലാ ഡൗട്ടും കാര്യങ്ങളും അവർ ക്ലിയർ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ ഈ ഒരു കിച്ചൺ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ ഫുള്ളായിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് പറയാൻ പറ്റിയിട്ടില്ല അങ്ങനെ. പിന്നില്ലേ കോഡ്സാണ് കേട്ടോ ഞാൻ കൗണ്ടർ ടോപ്പായിട്ട് കൊടുത്ത്. അതുകൊണ്ട് തന്നെ ഒരു സ്മൂത്ത് ഗ്ലോസി സർഫേസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിക്ക് ഒരു ഭയങ്കര ഒരു ലൈറ്റ് എല്ലാം കിട്ടാൻ വേണ്ടിക്ക് ഇതെനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ കിച്ചണിൽ. പിന്നെ ആലൻ കിച്ചണാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. എന്നോട് ചോദിക്കലുണ്ട് ആലൻ കിച്ചൺ നല്ലതാണോ, എന്താ പറയുക മറ്റേ സാധാ കിച്ചണാണോ നല്ലതെന്ന്. അപ്പോൾ ഇല്ലേ നമുക്ക് ഒരുപാട് സ്പേസെല്ലാം ഉണ്ടെങ്കിൽ അയലൻ കിച്ചൺ തന്നെയാണ് കേട്ടോ നല്ലത്. അപ്പോൾ നമ്മളൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുകയാണെന്നുണ്ടെങ്കിൽ
ആദ്യം നമ്മൾ ഇവരെ കോണ്ടാക്ട് ചെയ്യണം, എന്നാലാണ് നമുക്കൊരു ഐലൻഡ് കിച്ചൺ ആക്കാൻ പറ്റുക. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു വീട് കാര്യങ്ങളും പ്ലാനും കാര്യങ്ങളെല്ലാം ചെയ്ത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് കിച്ചൺ ചെയ്യണം, പിന്നെ ഐലൻഡ് തന്നെ വേണോ എന്നെല്ലാം ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഒരു സ്പേസ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടൂല കേട്ടോ. അപ്പോൾ അധികം ആൾക്കാരും ചെറിയ കിച്ചൺ ആയതുകൊണ്ട് തന്നെ ഐലൻഡ് ചെയ്യലില്ല, പക്ഷെ അവർക്ക് ആഗ്രഹം ഉണ്ടാവും അത് ചെയ്യാൻ വേണ്ടിക്ക്. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളൊരു വീട് വെക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തന്നെ അവരൊന്ന് കോണ്ടാക്ട് ചെയ്യുക. പിന്നെന്താ, ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കാം കേട്ടോ, നിങ്ങൾ ചെക്ക് ചെയ്തോ. പിന്നിൽ ഞാൻ ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഈ വീട്ടിൻ്റെ പെയിൻ്റ് ആയാലും ലൈറ്റ് ആയാലും പൈപ്പ് സിങ്ക് കാര്യങ്ങൾ A to Z ഐറ്റംസ് എയർ റൂമിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ പലതരം ഷോപ്പിൽ പോകുന്നതിലും നല്ലത് ഒരു ഷോറൂമിൽ തന്നെ പോയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യലല്ലേ. പിന്നെ കൗണ്ടർ ടോപ്പ് കോട്ട്സിലാണ് ചെയ്തിട്ടുള്ളത്, അതുകൊണ്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിനി. പിന്നെ പൈപ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിനി, ഈ പൈപ്പ് വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെയിറ്റ് ചെയ്തത്. എനിക്ക് ഗോൾഡൻ കളർ പൈപ്പ് തന്നെ വേണമെന്നുണ്ടായിട്ടുണ്ടായിനി. വേറെ ഒന്നുമല്ല, എൻ്റെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടാണ്. ചിലരെങ്കിലും വിചാരിക്കും എന്തൊരു അഹങ്കാരം കൊണ്ടാണ് ഒരു കിച്ചൺ ഉണ്ടായിട്ട് വീണ്ടും പുതിയ കിച്ചൺ എടുത്തതെന്ന്. അല്ല കേട്ടാ, എൻ്റെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിക്ക് നിങ്ങൾ എന്നോട് എപ്പോഴും ചോദിക്കുന്നതാണ് പാത്രങ്ങളുടെ ഡീറ്റെയിൽസ്. അപ്പോൾ ആ ഒരു പാത്രങ്ങൾ പുറത്ത് പോകാണ്ട് തന്നെ എനിക്കൊരു ഷോറൂമിലല്ലാണ്ട് ഒരു ഷോപ്പിൽ എന്താ വർക്ക് ചെയ്യുന്നതിലും നല്ലതല്ലേ വീട്ടിൽ തന്നെ വർക്ക് ചെയ്യാന്നുള്ളത്. ഞാൻ ഓൺലൈനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ ഇത്ര ഭംഗിയിൽ ഈ ഒരു കിച്ചൺ ഡിസൈൻ ചെയ്തെടുത്തത് കേട്ടോ. ഇതൊരു കോർട്ട്യാർഡ് സ്പേസ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇതൊരു ടെലസ്കോപ്പിക് സ്ലൈഡിങ് പാർട്ടീഷൻ ആണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. ഇതൊരു മൾട്ടി പാനൽ സ്ലൈഡിങ് ഡിവൈഡറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത് ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും ഭയങ്കര സ്മൂത്താണ്. പിന്നെന്താ, ഒരു ഡോർ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള രണ്ടും ഓപ്പൺ ആയിട്ട് വരും. ഇതിപ്പോൾ ഞാൻ രാത്രിയാണ് വീഡിയോ ഷൂട്ട് ചെയ്തത്. രാവിലെയുള്ള ഇവിടുത്തെ വ്യൂ അടിപൊളിയാണ് കേട്ടോ. ഒരു നാച്ചുറൽ ലൈറ്റും അതുപോലെ തന്നെ കുക്ക് ചെയ്യുമ്പോൾ എല്ലാം ഭയങ്കര വൈബാണ്. ഒരു ഇളം കാറ്റും കാര്യങ്ങളെല്ലാം ആയിട്ട് എൻ്റെ കിച്ചണിൽ തന്നെ എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കോർണറും കൂടിയാണ് ഇത്. ഭയങ്കര പീസ്ഫുള്ളാണ്, അതുപോലെ തന്നെ റിഫ്രഷിങ് ആണ്. പിന്നെന്താ, ഞാനില്ലേ നിങ്ങൾ കുറേ ആയില്ലേ ഞാൻ കിച്ചൺ ടൂർ വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതെല്ലാം ഞാൻ ഒരു ദിവസം കൊണ്ട് പെട്ടെന്ന് സെറ്റ് ചെയ്തതാണ്. അങ്ങനെ ഫുള്ളായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല, ഓരോന്നും ഓരോ ഭാഗത്ത് അങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുത്തിട്ട് ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ക്ലിയറായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ തന്നെ കോണ്ടാക്ട് ചെയ്തോ. എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കി തന്നിട്ടുണ്ടായിന്. പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഫീൽഡാണ് കേട്ടോ ഈ ഒരു ഇൻറ്റീരിയർ ഡിസൈനിങ്ങും കാര്യങ്ങളും. എനിക്ക് വീട് ഡിസൈൻ ചെയ്യാനും ഓരോന്ന് പാത്രങ്ങൾ ഓരോ ഭാഗത്ത് സെറ്റ് ചെയ്യാനും കാര്യങ്ങളും എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ ഐഡിയയിൽ അതുപോലെ തന്നെ ഒരു കിച്ചൺ വേണം, ഞാൻ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ ഒരു കിച്ചൺ വേണമെന്നെല്ലാം എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിന്. അപ്പോൾ അത് എനിക്ക് എയർ റൂം സാധിച്ചു തന്നിട്ടുണ്ടായിന്. അപ്പം യൂറോപ്യൻ സ്റ്റൈൽ വീടാണ് എൻ്റെ ആഗ്രഹത്തിലുണ്ടായിന്. കാര്യം എന്താ പറയുക, നമുക്ക് എത്ര കാലം കഴിഞ്ഞാലും ട്രെൻഡ് പോകില്ലല്ലോ ആ ഒരു ടൈപ്പ് വീടായാലും. പിന്നെ ഇപ്പം ഈ ഒരു അറേബ്യൻ സ്റ്റൈൽ കിച്ചൺ എന്ന് പറയുന്നത്, അതും അതിൻ്റെ ആ ഒരു ബേജ് കളർ ഗോൾഡൻ കളർ എന്നെല്ലാം പറയുന്നത് ഒരിക്കലും ട്രെൻഡ് പോവാത്തതാണ്. അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിട്ടുണ്ടായിന് നമ്മൾ എത്ര വർഷം കഴിഞ്ഞാലും അതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെടാൻ പാടില്ലാന്ന്. എൻ്റെ വീട് വെക്കുന്ന സമയം ഞാൻ എന്നോട് പറഞ്ഞ കാര്യം തന്നെയാണ്, എനിക്ക് യൂറോപ്യൻ സ്റ്റൈൽ വീട് വേണം, അതുപോലെ തന്നെ എൻ്റെ പെയിൻറ്റ് ഈ ഒരു കളറായിരിക്കണം, കോട്ടയാട് വേണം, വിൻഡോസ് ഈ ഒരു ടൈപ്പിൽ വേണം, അങ്ങനെ ഓരോന്നും പറഞ്ഞതുപോലെ തന്നെ മാഷാ അല്ലാ എയർറൂമൻക്ക് അതുപോലെ അതിലും ഭംഗിയായിട്ട് ചെയ്ത് തന്നിട്ടുണ്ടായിന് കേട്ടോ. പെർഫെക്റ്റ് വർക്കാണ്, നമുക്കൊരു കംപ്ലൈൻറ്റും അവരത് പറയാൻ കഴിയില്ല കേട്ടോ. കാര്യം ഞാൻ 4-5 വർഷമായി ഈ കിച്ചണായാലും വീടായാലും എല്ലാം യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എൻ്റെ പെയിൻറ്റിന് പോലും മാഷാ അല്ലാ ഒരു കംപ്ലൈൻറ്റും എനിക്ക് വന്നിട്ടില്ല. ഓരോന്നും എനിക്ക് ഭയങ്കര എന്താ പറയുക കോൺഫിഡൻറ്റോടുകൂടി തന്നെ എനിക്ക് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പറ്റും. പിന്നെ കുറേ ആൾക്കാർ കുറച്ച് ആൾക്കാരെങ്കിലും എന്നെ വിളിക്കലുണ്ട്, ഒരുമിച്ച് വരോ അല്ലാന്നുണ്ടെങ്കിൽ ഐഡിയാസ് പറഞ്ഞുതരോ, ഒരു ഐഡിയാസും ഇല്ല അങ്ങനെയല്ല. പക്ഷേ ഇല്ലേ, ഞാൻ വരേണ്ട ആവശ്യമൊന്നുമില്ല, നിങ്ങൾ റൂമിൽ ധൈര്യമായിട്ട് പോവുക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് അവരെന്നെ ഓരോരോ ഐഡിയാസ് പറഞ്ഞുതരും. നിങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ലെങ്കിൽ അവർ ഓരോരോ കാര്യങ്ങൾ ഇപ്പോഴത്തെ ട്രെൻഡും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് പറഞ്ഞുതരും. നിങ്ങൾ പ്രത്യേകിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ പോയി കഴിഞ്ഞാൽ കുറേ ലൈവ് കിച്ചൺ കാണാൻ പറ്റും. അതുപോലെ തന്നെ നിങ്ങളെ വീട് എങ്ങനെ ഇരിക്കും, കിച്ചൺ എങ്ങനെ ഇരിക്കും എന്നുള്ള നമുക്ക് വിഷ്വലൈസ് ചെയ്തിട്ട് കാണാൻ പറ്റും. VR ഓപ്ഷനും കൂടി അവർ റൂം ഇപ്പം ചെയ്യുന്നുണ്ട് കേട്ടോ. VR എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞുതരാം. വെർച്വൽ റിയാലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ
നമുക്ക് ഫുള്ളായിട്ട് ഒരു 3D എൻവയോൺമെൻറ്റ് അവർ സെറ്റ് ചെയ്ത് തരും. നമുക്ക് നടന്നിട്ട് ഫുള്ളായിട്ട് നമ്മൾ വീട് എടുക്കും മുമ്പേ നമ്മളെ വീട് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഒരു ലേഔട്ട് അവർ നമുക്ക് കാണിച്ചു തരും. ആ ലൈറ്റിങ്ങും കാര്യങ്ങളും മെറ്റീരിയലും എല്ലാം നമുക്ക് ഫിസിക്കലി തന്നെ നമുക്ക് അതിൻ്റെ ഒരു ഫീല് നമുക്ക് മനസ്സിലാവും കേട്ടോ. എന്തായാലും ഞാനില്ലേ എയറും സ്ഥാപനം കൂടി ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ ഷോറൂമും കൂടി ഞാൻ നിങ്ങൾക്ക് ഷെയർ ആക്കാം. കുറേ ആൾക്കാർ ചോദിക്കലുണ്ട് എയർ റൂമിൻ്റെ ടൂറ് കാര്യങ്ങളും ചെയ്യുമെന്ന്. ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഞാൻ വീഡിയോസിൽ എന്താ പറയുക വീഡിയോസ് നിങ്ങൾക്ക് ഷെയർ ആക്കിയത് തന്നെയാണ്. നമുക്കവിടെ പോയി കഴിഞ്ഞാൽ കുറേ ലൈവ് കിച്ചൺ കാണാൻ പറ്റും. നമുക്ക് എന്താ പറയുക ഇപ്പം എയർ റൂം ഈ ഒരു രീതിയിലല്ല കേട്ടോ. ഇത് ഞാൻ മുന്നേ എടുത്ത വീഡിയോ ആണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിലേറ്റവും പ്രധാനപ്പെട്ടത് VR തന്നെയാണ്. നമുക്ക് നമ്മളെ വീട് വെക്കും മുമ്പേ അതെങ്ങനെ ഉണ്ടാവും അത് ഫീൽ ചെയ്ത് അറിയാൻ പറ്റും കേട്ടോ. അതൊരു 3D എൻവയോൺമെൻറ്റ് അവർ നമുക്ക് സെറ്റ് ചെയ്ത് തരും. അതൊരു AR ഇൻറ്റീരിയർ ഡിസൈനാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിൽ തന്നെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം ആണ്. വർക്കും കാര്യങ്ങളെല്ലാം ഒന്ന് അതുപോലെ നല്ല ക്വാളിറ്റിയിൽ ഒരു കോംപ്രമൈസും വരുത്താണ്ട്. പിന്നെ ചിലർ ചോദിക്കുന്നതാണ് ഇത്രയും ലക്ഷറിയസ് ആയിട്ടുള്ള കിച്ചണും കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ കഴിയൂല. അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവരില്ലേ നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ടൈപ്പിലുള്ള കിച്ചണ് അതും ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തരും കേട്ടോ. ആ കാര്യത്തിലൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ലക്ഷറി ആയിട്ടുള്ള കിച്ചൺ വേണമെന്നുണ്ടെങ്കിൽ അത് അവർ ചെയ്തു തരും. അല്ല നിങ്ങളുടെ ബഡ്ജറ്റിന് ഒതുങ്ങുന്ന ടൈപ്പിലുള്ള കിച്ചണാണെന്നുണ്ടെങ്കിൽ അതും ചെയ്തു തരും കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ട്രോളി യൂണിറ്റ്. ഇത് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇല്ലേ ഇപ്പോൾ പുതിയ എന്താ പറയുക ലേറ്റസ്റ്റ് മോഡൽ കിച്ചണെല്ലാം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, വീട് വെക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, പഴയ കിച്ചൺ മാറ്റി പുതിയത് ചെയ്യണമെന്ന് വിചാരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, പിന്നെ വീട്ടിലത്തെ പെയിൻറ്റ് മാറ്റണം, കർട്ടൻസ് മാറ്റണം, അങ്ങനെയെല്ലാം ചിന്തിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ A to Z കാര്യങ്ങൾ നിങ്ങൾക്ക് എയർ റൂമിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹുഡ് ഓവണ് വാർഡ്രോബ് കാര്യങ്ങൾ, വാൾക്കിംഗ് വാർഡ്രോബ് കാര്യങ്ങൾ, ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള എല്ലാ ഒരു വീടിന് വേണ്ട എല്ലാ കാര്യങ്ങളും നമുക്ക് എയർ റൂം ചെയ്തു തരും കേട്ടോ. അപ്പം എന്താ ഇന്നത്തെ വീഡിയോ ഇത്രക്കെല്ലാം തന്നെയാണ്. എന്തായാലും ഞാനില്ലേ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇവരുടെ ഫുൾ ഡീറ്റെയിൽസ് കൊടുക്കുക. എന്താ പറയുക എൻ്റെ കിച്ചൺ ടൂർ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞാൻ കുറേ കാര്യങ്ങൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ടായിന്. പെയിൻറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞെന്ന് ഞാൻ വിചാരിക്കുന്നു. പക്ഷേ എനിക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് ഞാൻ പഠിച്ചിട്ടില്ല. എനിക്ക് ഇൻറ്റീരിയർ ഫീൽഡ് ഭയങ്കര ഇഷ്ടമാണ്. ഡിസൈനും കാര്യങ്ങളെല്ലാം ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ ഇതിൻ്റെ മെറ്റീരിയലും കാര്യങ്ങളും കറക്റ്റ് മെഷർമെൻറ്റൊന്നും എനിക്കറിയില്ല. പക്ഷേ അത് പഠിച്ചവർക്ക് കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പറ്റും. എന്തായാലും ഇവരെ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങൾ വീട് അടിപൊളിയാക്കി തരാൻ വേണ്ടിയിട്ട് ഇവർക്ക് കഴിയും കേട്ടോ. ബൈ.